ഏറ്റവും സുപ്രധാനമായ ഒരു കരാറിൽ ഇപ്പോൾ പാകിസ്ഥാനും അതുപോലെ തുർക്കിയും സൗദി അറേബ്യയും ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ഇറാനുമായി എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് GCC രാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സന്ദർഭമാണിത്. കാരണം അമേരിക്കയെ ആശ്രയിച്ചുകൊണ്ട് ഇസ്രയേലിനെയും ആശ്രയിച്ച് ഇറാനെ തകർക്കാമെന്ന് കരുതി. അതല്ല എങ്കിൽ ഇറാനിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ തടുക്കാൻ അമേരിക്കയും ഇസ്രായേലും ഉണ്ട്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നമ്മെ സുരക്ഷിതമായി നിർത്താൻ സാധിക്കും. നമ്മുടെ അധികാര കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആയുധങ്ങൾക്ക് സാധിക്കും എന്ന് ധരിച്ചു വെച്ചിരുന്നു GCC രാഷ്ട്രത്തിന്റെ ഭരണകൂടങ്ങൾ. പക്ഷെ ആ ധാരണ അവർക്ക് തിരുത്തേണ്ട സാഹചര്യമുണ്ടായി. ഇറാന്റെ ശക്തമായ തിരിച്ചടി ആക്രമണങ്ങൾ അവർക്ക് ഈ നിലപാട് തിരുത്തേണ്ട സാഹചര്യമുണ്ടായി. കാരണം അവരുടെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രങ്ങൾ പോലും സംരക്ഷിക്കാൻ അമേരിക്കയുടെ സംവിധാനങ്ങൾക്കാവുന്നില്ല. അമേരിക്കയുടെ പേട്രിയറ്റ് ആവട്ടെ, താഡ് സംവിധാനങ്ങളാകട്ടെ, ഇതിന്റെ എല്ലാം റഡാറുകളെയും കൺട്രോൾ യൂണിറ്റുകളെയും ഒക്കെ ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർത്തപ്പോൾ GCC രാഷ്ട്രങ്ങളിലുള്ള ഓയിൽ റിഫൈനറികൾ, അതുപോലെ തന്നെ അവരുടെ എയർപോർട്ടുകൾ, അവരുടെ ബേസുകൾ ഇതിനെ പോലും സംരക്ഷിക്കാൻ സാധിക്കാതെ വന്ന ഘട്ടത്തിലാണ് ഒരു പുതിയ സംവിധാനങ്ങളെ കുറിച്ച് GCC രാഷ്ട്രങ്ങൾ ആലോചിക്കുന്നത്. കാരണം അമേരിക്കയെയും ഇസ്രായേലിനെയും ആശ്രയിക്കുന്നത് മുസ്ലിം ലോകത്ത് ഗുണകരമായ നീക്കമല്ല. കാരണം ഈ രാഷ്ട്രങ്ങൾ എന്തായിരുന്നാലും മുസ്ലിം വിരുദ്ധ നീക്കങ്ങളായിരിക്കും നടത്തുക. അതോടൊപ്പം തന്നെ അവർ ഇത്രയും കാലം ഈ രാഷ്ട്രങ്ങളെ ഉപയോഗപ്പെടുത്തിയത്, GCC രാഷ്ട്രങ്ങളെ ഉപയോഗപ്പെടുത്തിയത് ഇസ്രായേലിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആയിരുന്നു എന്ന കാര്യവും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായി അറബ് രാഷ്ട്രങ്ങളെ സംരക്ഷിക്കുക എന്നത് അമേരിക്കയുടെ പദ്ധതിയല്ല. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ നീക്കങ്ങളുടെ, അല്ലെങ്കിൽ ഈ GCC രാഷ്ട്രങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ഇടപെടുന്നതിലുള്ള അവരുടെ താല്പര്യമെന്ന് ഈ രാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളെ മാത്രം തെരഞ്ഞെടുത്ത്, നമുക്കറിയാം ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് തുർക്കി എന്ന് പറയുന്നത്. അതുപോലെ മുസ്ലിം ലോകത്തെ ഏക ആണവ ശക്തിയാണ് പാകിസ്ഥാൻ. ഈ രണ്ട് രാഷ്ട്രങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു തന്ത്രപ്രധാനമായ കരാറിലേക്ക് നീങ്ങുകയാണ് സൗദി അറേബ്യ. ഒരുപക്ഷെ മറ്റുള്ള രാഷ്ട്രങ്ങൾ, GCC രാഷ്ട്രങ്ങളും ഇതേ നിലപാടിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, മക്കയും മദീനയും അടങ്ങുന്ന മുസ്ലിം ലോകത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത് സൗദി അറേബ്യയിലാണ്. എന്നാൽ ഈ സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഏത് സമയത്തും ഇറാന് സൗദി അറേബ്യയെ പിടിച്ചടക്കാൻ കഴിയുന്ന രീതിയാണ്. കാരണം അവിടെയുള്ള ബേസുകൾ, അവരെ സംരക്ഷിച്ചിരുന്ന ബേസുകളെല്ലാം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അമേരിക്കയുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതിനെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായി ഇറാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഇറാൻ സൗദി അറേബ്യയെ നേരെ ആക്രമിക്കുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇറാൻ മറ്റൊരു തന്ത്രം എടുത്തിരിക്കുകയാണ്. ഹൂത്തികളെയും ഇറാഖിലുള്ള അവരുടെ റെസിസ്റ്റന്റ് സംഘങ്ങളെയും ഉപയോഗപ്പെടുത്തി സൗദി അറേബ്യ ആക്രമിക്കുകയാണ്. ഈ സൗദി അറേബ്യയെ ആക്രമിച്ചാൽ, അവരുടെ ബേസുകൾ തകർത്തു കഴിഞ്ഞാൽ, അമേരിക്കയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ബേസുകൾ ഈ രാഷ്ട്രങ്ങൾക്ക് എവിടെയാണുള്ളത്? അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ ബേസുകൾ തകർക്കപ്പെട്ടാൽ ഇനി ഇറാന്റെ എന്നല്ല ഏതൊരു രാഷ്ട്രത്തിൽ നിന്നുള്ള ആക്രമണങ്ങളെയും ചെറുക്കാൻ ഈ രാഷ്ട്രങ്ങൾ എന്തു ചെയ്യും? അവരുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം അവർക്കുണ്ടാകും. ഇസ്രയേലിന്റെ, അമേരിക്കയുടെ പൂർണ്ണ പ്രൊട്ടക്ഷനുള്ള ഇസ്രയേലിന്റെ കേന്ദ്രങ്ങളിലുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ പോലും ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർത്ത് കളയുമ്പോൾ GCC രാഷ്ട്രങ്ങളുടെ ഉള്ളറകളിലും സംരക്ഷണങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധവിമാനങ്ങൾ തകർക്കുക എന്നത് ഇറാന്റെ മുന്നിൽ വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയുമായുള്ള ഈ നീക്കം അപകടകരമാണ്. നേരെ മറിച്ച് ഇനി ആശ്രയിക്കാൻ ഏക മാർഗം തുർക്കിയും പാകിസ്ഥാനുമാണ്. യഥാർത്ഥത്തിൽ ഇത്രയും കാലം അമേരിക്കയോടൊപ്പം നിൽക്കുമ്പോൾ, അതുപോലെ ഇസ്രായേലിനോട് ഓരം ചേർന്ന് നിൽക്കുമ്പോൾ തുർക്കി സൗദി അറേബ്യയുടെ ശത്രുവായിരുന്നു, പാകിസ്ഥാനും ശത്രു ആയിട്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ നിലപാട് തിരുത്തുകയല്ലാതെ ഇനി ഒരു മുസ്ലിം ലോകത്തിന്റെ പ്രധാനമായും ഈ കേന്ദ്രങ്ങൾ ഷിയാക്കളുടെ കരങ്ങളിലേക്ക് വരുമെന്ന ആശങ്ക തുർക്കിക്കും പാകിസ്ഥാനും വരെ ഇപ്പോൾ നിലവിലുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെങ്കിൽ ഇത്തരം ഒരു കരാർ ആവശ്യമാണ് എന്ന് തുർക്കിയും പാകിസ്ഥാനും മനസ്സിലാക്കുകയാണ്. കാരണം അതില്ല എങ്കിൽ ഈ രാഷ്ട്രങ്ങളിലുള്ള ആധിപത്യം ഒരുപക്ഷെ ഇറാന്റെ കൈകളിലേക്ക് വന്നാൽ അത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സുന്നി ലോകത്ത് അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത് ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് സൗദി അറേബ്യയെ സംരക്ഷിക്കുക എന്നതിലപ്പുറം മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രങ്ങൾ ഷിയാക്കൾ
കൈയടക്കുന്നതിൽ നിന്ന് സംരക്ഷണം നൽകാൻ സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാകും. എന്നാൽ അനിവാര്യ ഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്ത്രപരമായ ഒരു കരാറിലേക്ക് സൗദി അറേബ്യ അവരെ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല, അവർ സൗദി അറേബ്യയെ സംരക്ഷിക്കുക എന്നത് അവരുടെയും ഉത്തരവാദിത്തമായി തുർക്കിയും പാകിസ്ഥാനും കാണുകയാണ്. എന്തായിരുന്നാലും ഇത്രയും കാലം ശത്രുവായി കണ്ടിരുന്ന രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ സൗദി അറേബ്യക്ക് സംരക്ഷകരായി വരാനുള്ളത് എന്നത് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നു. എന്തായാലും ഈ ഒരു 3 പതിറ്റാണ്ടോളം കാലം, അല്ലെങ്കിൽ ഏകദേശം ഒരു 5 പതിറ്റാണ്ടോളം കാലം സൗദി അറേബ്യ അടങ്ങുന്ന GCC രാഷ്ട്രങ്ങൾ എടുത്ത നിലപാടുകൾ അടിമുടി തെറ്റായിരുന്നു എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുന്ന സമയമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത്.